ഹലോ കൂട്ടുകാരെ, അപ്പോൾ രാവിലെ നമുക്ക് ഈ ഒരു സാധനം കിട്ടിയേക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ചീരച്ചേമ്പെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ തോരൻ വെക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വേറെ ഒരു ചേമ്പുണ്ടല്ലോ, തോരൻ വെക്കുന്നതായിട്ട് തണ്ടെടുത്ത് തോരൻ വെക്കുന്ന ആ ഒരു സാധനമല്ല ഇത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചേമ്പും വിത്തുകളോ അങ്ങനെയൊന്നും കാണത്തില്ല. ഇങ്ങനെ ഈ ഇല മാത്രമേ കാണത്തുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഇലയും തണ്ടും കൂടാണ് തോരൻ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ആൻറ്റി തന്നതാണ്. അപ്പോൾ 2 എണ്ണം നമ്മളിവിടെ നട്ടും വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പി രാവിലെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അത് ഞാൻ അരിഞ്ഞ് തരാമെന്ന്. അങ്ങനെ പിന്നെ ജാറിൻ്റെ അകത്തിട്ടാണ് കേട്ടോ ഞാനിത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ആ ജാറിൻ്റെ അകത്തൊക്കെ ഇട്ടത് വളരെ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് അരിയുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആകത്തില്ലല്ലോ. ഇതിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യവും നടക്കും. അങ്ങനെ പിന്നെ സെയിം നമ്മൾ തോരൻ വെക്കുന്ന കൂട്ട് തന്നെയാണ് ഇത് വെക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് കഴിച്ചപ്പോൾ തന്നെ അല്ലാതെ തന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ചോറില്ലാതെ അതെല്ലാം തോരൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാധനം നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് തോരൻ വെച്ചൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമ്മൾ ആ തേങ്ങായും നമ്മൾ എങ്ങനെയാണ് തോരൻ വെക്കുന്നത്, ചീരയൊക്കെ തോരൻ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് തോരൻ വെക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുഞ്ഞാപ്പി എന്തോ കാര്യത്തിന് കിടന്ന് കരയുവാണ്. അങ്ങനെ കരച്ചിലൊക്കെ കുഞ്ഞാപ്പിയുടെ മാറ്റി ഞാനിങ്ങനെ നിന്ന ഉടനെ അമ്മ രാവിലെ തന്നെ ആ തോരനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തോരൻ ഞാൻ ഒരിച്ചിരുന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പുറകിന് തന്നെ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ അടുത്ത് വരെ പോയേക്കുവാണ്. അപ്പോൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ അതിഥികൾ വരും കേട്ടോ. ജൂൺ ജൂലൈയിലൊക്കെ കുറേ അതിഥികൾ വരും. അങ്ങനെ അതിലൊരു അതിഥി അവിടെ കൂട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അതിഥികളൊക്കെ ഇങ്ങനെ കൂട് വെക്കാനുള്ള തയ്യാറെടുപ്പിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ കൂടൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അച്ചു വിഷ്ണു ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റ ബൈ ബൈ.